സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നൽകുന്ന വിഷയം ചെറിയ ഉള്ളിയാണ്. കണ്ടോ, പച്ചക്കറികൾ നമ്മൾ ധാരാളം കടന്നു വന്നിട്ടുണ്ട്. അതിന് നല്ല നല്ല അറിവുകൾ, നല്ല നല്ല ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. അതിലൊക്കെ ഓരോന്നിനും ഒത്തിരി ഗുണങ്ങളുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ചെറിയ ഉള്ളിയിലുള്ള ഗുണം ഇതാണ്: ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമുണ്ട്. ധാരാളം കഴിച്ചാൽ, കുറച്ച് കൂടി കഴിച്ചെന്നോർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. ക്യാൻസറിനെ തടയാനുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമുണ്ട്. ഹൃദയ ആരോഗ്യത്തിന് വളരെ നല്ലത്. കൊളസ്ട്രോളിനെ കുറയ്ക്കും, പ്രമേഹം നിയന്ത്രിക്കും, പ്രതിരോധ ശക്തി കൂട്ടും, മുടി വളർച്ച വർദ്ധിപ്പിക്കും, ചർമ്മ കാന്തി കൂട്ടും, ദഹനത്തെ നടത്തും. ഇത്രയും കാര്യങ്ങൾ ചെറിയ ഉള്ളിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ഉള്ളി ധാരാളം കഴിക്കാനായിട്ട് മറക്കണ്ട. എല്ലാ കറികളിലും ചെറിയ ഉള്ളിയൊക്കെ കൂടുതൽ ഇട്ട് നമുക്ക് കഴിക്കാം. ചെറിയ ഉള്ളി തന്നെ നമുക്ക് തോരൻ പോലെ വെച്ചുണ്ടാക്കിയെടുക്കാം. വളരെ നല്ലതാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് കഴിയണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ നല്ല ചിന്തകൾ, നല്ല അറിവുകൾ നിങ്ങൾക്ക് ലഭ്യമാകുമ്പോൾ നമുക്കെപ്പോഴും ഒരു ആരോഗ്യത്തിന് വേണ്ട നല്ല കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ കിട്ടുമ്പോൾ പിന്നെ എന്തിനും നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വലിയ വില കൂടിയ പൗഡറുകളും എനർജി ഡ്രിങ്ക്സും എനർജി പൗഡറുകളും ഒക്കെ വാങ്ങിക്കഴിച്ച് രോഗത്തെ ഉണ്ടാക്കുന്നു. അതെല്ലാം നമ്മൾ കഴിക്കുമ്പോൾ ഒക്കെ കുറച്ച് എന്തെങ്കിലും ഗുണം കിട്ടിയേക്കാം, പക്ഷേ അതിന് ഒത്തിരി ദോഷവശങ്ങളുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അത് ഇന്നത്തെ പുതിയ കുഞ്ഞുങ്ങളെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് നിങ്ങൾ കൊടുക്കാതിരിക്കുക. ഇതൊക്കെ നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് തോരനൊക്കെ വെച്ച് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ അത് കൊടുക്കണം, മറക്കരുത്. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതാണ്: ചർമ്മ ചുളിവുകളെ അകറ്റാനുള്ള ഒരു ഔഷധച്ചെടിയാണ് ചോദിച്ചത്. മുരിങ്ങക്കായയാണ്. മുരിങ്ങക്കായ ധാരാളം കഴിക്കുന്ന വഴി അത് ലഭ്യമാകുന്നു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ത്വക്ക് രോഗങ്ങളെ അകറ്റാനുള്ള ഔഷധച്ചെടി ഏത്? ഉത്തരം തിരക്കണം. ഇന്ന് 8 മണി മുതൽ നാളെ 8 മണിക്കുള്ളിലുള്ള സമയത്തുള്ള ഉത്തരങ്ങളാണ് ശരി ഉത്തരമായി തിരഞ്ഞെടുക്കുക. അതിന് ശേഷം വരുന്നതിനെ ശരി ഉത്തരമായിട്ട് നമ്മൾ എടുക്കുന്ന കൂട്ടത്തിൽ വരില്ല. അത് ഓർക്കണം. നിങ്ങളുടെ ഗൃഹവൈദ്യ ഓർമ്മയ്ക്ക് പറയുകയാണ്, ഗൃഹവൈദ്യ പാഠപുസ്തകം നിങ്ങൾ വാങ്ങി സൂക്ഷിക്കണം. അത് വീടുകളിൽ ഒത്തിരി ഉപകാരപ്പെടും. ഇത് വളരെ വിലപ്പെട്ടതാണ്. അതൊരു ചികിത്സയാണ് വീട്ടിലുള്ളത് എന്ന കാര്യം മറക്കണ്ട. നന്ദി.